കുറേ ദിവസമായല്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഹെൽത്ത് റിലേറ്റഡ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല യൂട്യൂബിൽ. എന്താണ് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് കൈക്ക് വേദന, ഇങ്ങനെ ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങ് മടിക്കുമായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. FBയിലും ഇൻസ്റ്റയിലും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ ഇതായിട്ട് ചെയ്യാമല്ലോ. യൂട്യൂബിൽ പിന്നെ കുറച്ച് ലെങ്തി വീഡിയോസ്, പിന്നെ കുറച്ച് പണിയുണ്ടല്ലോ, എഡിറ്റിങ്ങും ഒക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് അങ്ങ് മടിക്കുന്നതായിരുന്നു. അതാണ് അങ്ങനെ വീഡിയോസായിട്ടൊന്നും വരാഞ്ഞത്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ റെസിപ്പിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഓടി ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബേഴ്സൊക്കെ ആഡായി വരുന്നതേ ഉള്ളൂ. 300 സബ്ബൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വ്യൂസും കമൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്ന വീഡിയോസിനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്തോളൂ. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഷോർട്സിൻ്റെ ഒന്നും ആർക്കും നോട്ടിഫിക്കേഷൻ വരില്ല. ജസ്റ്റ് ലെങ്തി വീഡിയോസ് ഇടുന്നതിൻ്റെ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് റെസിപ്പിയിലോട്ട് പോയാലോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. നോൺ വെജ് എന്നും വേണമെന്ന് മസ്റ്റുള്ളവർക്ക്, അഥവാ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നോൺ വെജ് അതായത് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന മസാലാസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഫുൾ വീഡിയോ തന്നെ കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ തന്നെ കാണുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഇന്നത്തെ റെസിപ്പി വെജിറ്റേറിയൻസിനായാലും നോൺ വെജ് കഴിക്കുന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. എന്ന് വെച്ചാൽ വേറെ പെട്ടെന്ന് നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു ഫ്രൈ ആണ് പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ അതിന് വലിയ കറികളൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു തൈരും ചമ്മന്തിയും ഒരു അച്ചാറും ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും ആണ് ഉണ്ടാക്കാനായിട്ട്. അതായത് നമുക്കിപ്പം വീട്ടിൽ പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു പൊട്ടറ്റോ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ്. പൊട്ടറ്റോ, ഓണിയനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ്. അന്നേരം പെട്ടെന്ന് നമുക്ക് കറികളൊന്നുമില്ല, ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് തൈരും എന്തായാലും വീട്ടിൽ കാണും, ഒരു ചമ്മന്തിയും കൂടെ അരച്ചാൽ മതി. അച്ചാർ എപ്പോഴും സ്റ്റോക്കുള്ള വീടായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരുടെയും. അന്നേരം ഇത് ഇത്രയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അന്നേരം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കോമ്പിനേഷനാണിത്. എളുപ്പം ചെയ്യാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചോറിന് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ ടൈമില്ലാത്തപ്പം, അതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇരിപ്പില്ല, അന്നേരം എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും കാണുന്ന ഒരു വെജിറ്റബിളാണ് പൊട്ടറ്റോ. വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു 2-3 ഉരുളക്കിഴങ്ങെങ്കിലും വീട്ടിൽ കാണാറുണ്ട്. അന്നേരം അതെടുത്ത് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഞാൻ 3 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ കഴുകിയെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഈ പൊട്ടറ്റോയിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോയിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിന് മുമ്പേ എല്ലാ മസാലകളും ചേർത്താം. വെള്ളത്തിൽ ആ മസാലയെല്ലാം മിക്സായി അത് അന്നേരം ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല വെള്ളം കളയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എപ്പോഴും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം ഇറങ്ങി വന്ന് ആ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യാവുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ വെള്ളം കളഞ്ഞിട്ടാണ് ഇനിയും ബാക്കിയുള്ള മസാലകൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനതിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം മസാലകളാണ് ഇവിടെ ചേർത്തേക്കുന്നത്. അഡീഷണലായിട്ട് ഗരം മസാല കൂടി ചേർത്തുന്നേ ഉള്ളൂ.
ബാക്കിയെല്ലാം സെയിം മസാലകളാണ്. അപ്പോൾ ഇതേപോലെ 2 സൈഡ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഓവറായിട്ട് മൂപ്പിക്കേണ്ട, ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും തൈരും കൂടെ ഉണ്ടെങ്കിൽ നല്ലോണം ചോറുണ്ണാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അച്ചാറും കൂടി എടുത്തോളൂ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ചമ്മന്തിയും തൈരും പൊട്ടറ്റോ ഫ്രൈയും അച്ചാറും ഒക്കെ കൂടി ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഉഷാറായി കുശാലായി ചോറുണ്ണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയൂ. അപ്പോൾ ഇന്നത്തെ പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ, മറക്കാതെ ചെയ്യണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, എല്ലാവരും കമൻറ്റ്സ് ചെയ്തിട്ട് പോവും, ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ഇതിന് ഉടനെ തന്നെ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.